മോളെ, ചിലപ്പോ ശരത്ത് തൊഴുതു വരുമ്പോ പുതിയൊരാളായി മാറുമായിരിക്കും അല്ലേ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? ഇവക്ക് വട്ടാ മോളെ. 12 കൊല്ലം കുഴലിട്ടാ ചിലതിന്റെ വാല് വളഞ്ഞിരിക്കുമെന്ന് കേട്ടിട്ടില്ലേ? മനോഹരേട്ടൻ എന്തിനാ ഇങ്ങനെ കണ്ണും പൂട്ടി ശപിക്കുന്ന പോലെ പറയുന്നത്? സ്വന്തം മോളുടെ ഭർത്താവാകാൻ പോകുന്ന ആളാ ശരത്ത്. അതെന്റെ ഭുജന്മ ശാപം. ആരെങ്കിലും ശപിച്ചിട്ടാണോ നമ്മുടെ മോൻ പോയത്? ദേവികമ്മയുടെ ജീവിതം ഇങ്ങനെയായത്? ആര് പറഞ്ഞു ആരുടെ ശാപം ഇല്ലെന്ന്? ഒരു ലോഡ് ശാപം കാണും ഇവരുടെ തലയില്. അതാ സുധേട്ടനങ്ങ് പോയത്. നിത്യമോൾ ഒരു കാര്യം ചെയ്, ശപിച്ചവരുടെ എല്ലാവരുടെയും പേരും വിലാസവും ഒരു നോട്ട്ബുക്കിൽ എഴുതിയെങ്കിൽ കൊണ്ടുവാ. ഞാൻ ഊഴം വെച്ച് തീയതി തീരുമാനിച്ച് എല്ലാവർക്കും പ്രായശ്ചിത്തം ചെയ്യാം. പോരെ? നിങ്ങള് പോവേണ്ടി വരത്തില്ല. ശരത്തേട്ടൻ പറഞ്ഞതുപോലെ കണക്ക് തീർക്കേണ്ടവരെ തേടി പിടിച്ച് ഇങ്ങോട്ട് വന്നോളൂ. ഏട്ടൻ പറഞ്ഞെന്ന് വെച്ചേ മോള് വരട്ടൊന്നും വേണ്ട. നീ പോയേ മല കയറിയവൻ ഉരുണ്ടു മറിഞ്ഞ് താഴെ വീഴാതെ സുരക്ഷിതനായി തിരിച്ചു വരാൻ പ്രാർത്ഥിക്കും. അച്ഛന്റെ നാവിന്ന് പിന്നെ നല്ലതൊന്നും വരത്തില്ലല്ലോ. മനോഹരേട്ടൻ ഈ പറയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഒരു ദൈവകാര്യത്തിനായല്ലേ ശരത്ത് പോയത്. പുച്ഛിക്കരുത്. പുച്ഛിച്ചതല്ല പാർവതി. അവന്റെ കയ്യിരിപ്പ് വെച്ചേ ആരെങ്കിലും 18-ാം പടി താഴെ എറിയുന്ന തേങ്ങ അവന്റെ നെറുകം തലേ തന്നെ കൊള്ളാനാണ് സാധ്യത. അച്ഛാ, ആവശ്യമില്ലാത്തത് പറയരുത്. അതെ, മനോഹരേട്ടൻ ഇത് എന്തിന്റെ കേടാ? എന്റെ പാർവതി, സാധ്യതയുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പമ്പ വരെ കൂട്ടുപോയിരിക്കുന്ന ആരാ? സോമൻ ചിറ്റപ്പൻ. പത്തരമാറ്റ് മുതലല്ലേ. തെലുങ്കന്മാരുടെയും തമിഴന്മാരുടെയും ആന്ധ്രാക്കാരുടെയും ഇരുമുടിക്കെട്ട് നീ തന്നെ കാത്തോണേ എന്റെ അയ്യപ്പസ്വാമി. അച്ഛൻ ഇവിടെ മരുമോളെ ജനിപ്പിച്ചോണ്ടിരുന്നോ? നാളെ ദൈവം പോലും അച്ഛന് തുണ ഉണ്ടാവില്ല. വേണ്ട, നീ കേറിപ്പോ നിത്യേ. പോയി നിന്റെ പാട് നോക്ക്. ശരത്ത് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങ് തിരിച്ചു വന്നോളും. അമ്മ ഇത്രയെങ്കിലും പറഞ്ഞല്ലോ, താങ്ക്സ്. മനോഹരേട്ടാ, ഇത് ഇത്തിരി കൂടുന്നുണ്ട്. എന്താ നീ മോടെ കൂടെ ചേർന്ന് ശരത് മോനെ ന്യായീകരിക്കാൻ നിൽക്കുവാണോ? ഞാൻ ആരെ ന്യായീകരിച്ചതൊന്നുമല്ല. എനിക്ക് തോന്നിയത് പറഞ്ഞു, അത്രേ ഉള്ളൂ. എപ്പോ നോക്കിയാലും കുറ്റം മാത്രം. ഇവക്കിത് എന്ത് പറ്റി?